വെൽക്കം ടു CMR Learn Stuff. ഇന്ന് ജോസഫ് ടു എലിസബത്തിന് ഏജിൽ നമ്മൾ ബാലൻസ് വെച്ചതല്ല, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ചില പ്രോബ്ലംസ് വന്നതുകൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയതാണ്. അതിനകത്ത് ഒന്ന് ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയിട്രി, പിന്നെ ഒന്ന് തോമസ് മോറിൻ്റെ യൂട്ടോപ്പി. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ക്ലാസ് ചെയ്തതുപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഷോർട്ടാക്കിയിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. പിന്നെ അത് രണ്ടും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മളുടെ സിലബസിനകത്ത്, ആ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് എടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോയിക്കോളുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേണും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ഒരു മൊമെൻറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പിഴവുകളൊക്കെ ഉണ്ടാവും. പിഴവുകളല്ല, സമയപരിമിതി ഉള്ളതുകൊണ്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ ഡീറ്റെയിൽ ആയിട്ടും എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് അടുത്തൊരു പേപ്പറിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്ന സമയത്ത് മാക്സിമം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാം കേട്ടോ. സോ ആദ്യം പറയുന്നത് ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി. ആദ്യം പറയുന്നത് അപ്പോളജി ഫോർ പോയട്രി എഴുതാനുള്ളൊരു സാഹചര്യം. അതായത് എലിസബത്ത് ഇംഗ്ലണ്ടിൽ കവിതയെ ഒരു അത്ര നല്ല രീതിയിലുള്ള സംഭവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞൊരു വിമർശനം ഉണ്ടായിരുന്നു. അതായത് കവിത കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു വിമർശനം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫിലിപ്പ് സിഡ്നിയുടെ ഒരു അഭിപ്രായം, ഒരു ക്രിട്ടിക്കലി അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ അപ്പോളജി ഫോർ പോയട്രിയിലൂടെ ചെയ്യുന്നത്. സോ ഇവിടെ പൊതുവെ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നു കവിത ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഫിലിപ്പ് സിഡ്നി പറയുന്നു, നല്ല കവിതകളൊന്നും ഇവർ കാണാത്തത് കൊണ്ടാണ് ഈ കവിത മോശമാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇപ്പോഴുള്ള കവിതകളാണ് കുറേയൊക്കെ അറിവില്ലായ്മ കൊണ്ട് മോശമായി മാറുന്നത്. പക്ഷേ നല്ല കവിതകൾ വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കവിത മോശമാണെന്ന് ഇവർ പറയുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫിലിപ്പ് സിഡ്നിയുടെ ഒരു അഭിപ്രായത്തിൽ കവിത എന്ന് പറയുന്നത് കലകളുടെ രാജാവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൊണാർക്ക് ഓഫ് ദി ആർട്സ്. പിന്നെ അദ്ദേഹം കവിതയ്ക്കൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതുപോലെ കവിതയുടെ പേർപ്പസ് എന്താണ്, പോയട്രിയുടെ പേർപ്പസ് എന്താണ്, ഡെഫിനേഷനൊക്കെ പറയുന്നുണ്ട്. പോയം എന്ന് പറഞ്ഞാൽ, പോയട്രി എന്ന് പറഞ്ഞ ഒരു സ്പീക്കിംഗ് പിക്ചറാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു പോയിൻ്റ് വൈസ് ആയിട്ട് താൽക്കാലികം മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ ഒരു പോയട്രിയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ടു ഡിലൈറ്റ് ആൻഡ് ടു ടീച്ച്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാനും അതേപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ആനന്ദിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് കവിതയ്ക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കവിത എന്ന് പറയുന്നത് ഹിസ്റ്ററിയേക്കാളും ഫിലോസഫിയേക്കാളും വളരെ ഉയർന്ന രീതിയിലാണ്. അതായത് ഈ ചരിത്രം വരുന്നതിൻ്റെ മുന്നേ, അതുപോലെ ഫിലോസഫിയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കവിതകളുണ്ടായിരുന്നു. ഒരു ഗ്രീക്കിലൊക്കെ കവി എന്ന് പറയുന്നതെങ്കിൽ കവിത എഴുതുന്ന ആളുകളെയൊക്കെ ദൈവത്തെ പോലെ പുതിയ ലോകമുണ്ടാക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ ലാറ്റിനിലെ വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ലൈനിൽ വരുന്നുണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കവിതയ്ക്ക് അത്രയധികം വാല്യൂ ഉണ്ട് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കവിത എന്ന് പറഞ്ഞാൽ ഒരു സംസാരിക്കുന്ന ചിത്രമാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുകയാണ്, രസിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പക്ഷേ ഈ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ. അതേപോലെ ചരിത്രം എന്ന് പറയുന്നത് ആ നടന്ന കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ. പക്ഷേ കവിത അങ്ങനെയല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് പറയും. നമ്മൾ കാണാത്തൊരു ലോകം കാണും, നമുക്ക് അത്രയും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും കവിതയിലൂടെ. അപ്പോൾ അത്രയും മനോഹരമായ കവിതയെ പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആവശ്യമില്ലാതെ അതിനെ വിമർശിക്കുന്നത് എന്നുള്ള ആ രീതിയെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കൺവിൻസ് ചെയ്യാണ്. ഇനി ഇദ്ദേഹം ഈ വിമർശനത്തിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വിമർശനത്തിന് മറുപടി പറയുമ്പോൾ ആദ്യം എന്താണ് വിമർശനം എന്നറിയണ്ടേ. ആദ്യം പറഞ്ഞത് കവിത ഒരു വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും കവിത ഒരു വേസ്റ്റ് ഓഫ് ടൈമൊന്നുമല്ല. അതിന് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പവറുണ്ട്. അതുപോലെ കവികൾ കളവ് പറയുന്ന ആളുകളാണ് എന്ന് പറയുന്നത്. കവിത മൊത്തം കള്ളമാണെന്ന്. പക്ഷെ അത് പറയുന്നത് അങ്ങനെയല്ല, കവിത പെർഫെക്റ്റ് ട്രൂത്ത് തന്നെയാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അതുപോലെ
കവിത എപ്പോഴും നന്മയെ ഇല്ലാതാക്കും എന്നൊരു വിമർശനം വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് ഡസ് നോട്ട് കറപ്റ്റ് മോറൽസ്. അതായത് ഒരിക്കലും ധാർമ്മികതയെ ഇല്ലാതാക്കാൻ കവിതയ്ക്ക് കഴിയില്ല. ധാർമ്മികതയെ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയാണ് കവിതയ്ക്ക് കഴിയുന്നുള്ളൂ. അതുപോലെ ഒരു സമയത്ത് പ്ലേറ്റോ കവികളെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കവികളെ ബാനിഷ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, കവിതയ്ക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന്. അപ്പോൾ ഈ 4 വിമർശനങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റിനകത്തുള്ളത്. നാളത്തെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഞാനത് വളരെ ഷോർട്ടാക്കി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്നും കൂടി കുറച്ചുകൂടി വായിച്ച കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ജസ്റ്റ് പോയിൻ്റ് മെമ്മറിയിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് പോയട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷ വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ കവികൾ മിക്കപ്പോഴും ക്ലാസിക്കലായിട്ടൊന്നും മനസ്സിലാക്കുന്നോ പഠിക്കുന്നോ ഒന്നുമില്ല, ജസ്റ്റ് ഇനി കോപ്പി ചെയ്യാണ്. അപ്പോൾ നല്ല പഠനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസിക്കലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല കവിതകൾ ഇനിയും ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും അവസാനം കവിതയ്ക്ക് 2 പവറുണ്ട്, 2 പവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ മേക്ക് പീപ്പിൾ ഇമ്മോർട്ടൽ ഓർ മേക്ക് ദം ഫോർഗറ്റൻ. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പോയിൻ്റെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വായിച്ചവർ ഒരു അടുക്കും ചിട്ടയോടും കൂടി പോയിൻറ്റ്സ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വായിച്ചത് കൂടി ആഡ് ചെയ്തിട്ട് എക്സാമിന് എഴുതുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയാണ്. തോമസ് മോറിനെ കുറിച്ചും ഉട്ടോപ്പിയെക്കുറിച്ചും ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യത്തെ ബ്ലോക്കിലൊക്കെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എഴുതുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. അപ്പോൾ ഇവിടെ തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയക്കകത്ത് പറയുന്നത്, തോമസ് മോർ ഒരു ട്രാവലറിനെ കണ്ടുമുട്ടുന്നുണ്ട്. റാഫേൽ ഹിത്ലോഡി എന്ന് പറയുന്ന ആൻവേർപ്പിൽ വെച്ചിട്ടൊരു ട്രാവലറിനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം എന്തോ ഒരു കമ്പിളി വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ആൻവേർപ്പിലൊരു റാഫേൽ ഹിത്ലോഡി എന്ന് പറയുന്ന ഒരു ട്രാവലറിനെ കണ്ടുമുട്ടുകയാണ്. ഈ ഹിത്ലോഡി പറഞ്ഞ ആൾ അമേരിക്കോ വെസ്ബുജിയുടെ കൂടെയൊക്കെ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഉട്ടോപ്പി എന്ന് പറയുന്ന ഒരു ഐലൻഡിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയാണ്, ഇവരോട് സംസാരിക്കുകയാണ്. ആ ഉട്ടോപ്പിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ദ മോസ്റ്റ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഒരു പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണത്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് തോമസ് മോറിന് തോന്നുന്നത് 16th സെഞ്ച്വറി യൂറോപ്പ്, അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ 16th സെഞ്ച്വറിയിൽ യൂറോപ്പിലെ യുദ്ധങ്ങളും അതുപോലെ പട്ടിണിയും അൺജസ്റ്റ് ലോസ്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു സൊസൈറ്റി ആയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ അവസാനം. അപ്പോൾ അത്തരമൊരു ആ ഉട്ടോപ്പിയെക്കുറിച്ച്, ഉട്ടോപ്പിയുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഇതിനകത്ത് പറയുന്നത്. വർണ്ണിക്കുകയല്ല, അതാണ് ഇതിനകത്ത്, ആ നരേഷനാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല, അതായത് ഹിത്ലോഡി വിശദീകരിച്ചിട്ടില്ല ഉട്ടോപ്പിയെക്കുറിച്ച് പറഞ്ഞുതരാം. ആ സൊസൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആർക്കും സ്വകാര്യമായിട്ടുള്ള സമ്പത്തൊന്നുമില്ല. അതായത് പണം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടാവില്ല, അതൊന്നും അവിടെ ആർക്കും ഇല്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അധ്വാനം, ഇത് നമ്മുടെ അധ്വാനമല്ല, നമ്മുടെ സേവിങ്സ് ഒന്നുമില്ല. അതുപോലെ ജോലിയാണെങ്കിൽ എല്ലാവരും 6 hours നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം. അതുപോലെ അവിടെ കൃഷിയുണ്ട്, അതുപോലെ കരകൗശലങ്ങളുണ്ട്, ഇതെല്ലാം നിർബന്ധമായിട്ടും അവർ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു 10 to 16 അംഗങ്ങളുള്ള പുരുഷ മേധാവിത്വമുള്ള ഒരു കുടുംബമായിരിക്കും. അതുപോലെ തന്നെ നിയമങ്ങൾ, അതായത് ആവശ്യമില്ലാത്ത തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വലിയ നിയമങ്ങളുടെ ഒന്നും ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഓരോ തെറ്റിനും അതിൻ്റേതായിട്ടുള്ള ശിക്ഷകളുണ്ടായിരുന്നു. ഓരോ ശിക്ഷകളുടെയും ഏറ്റക്കുറച്ചിലുകളും അത് അനുഭവിക്കേണ്ടി വരുന്ന രീതികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ മാക്സിമം അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തന്നെ ശ്രമിക്കുമായിരുന്നു. എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് തന്നെ അവർ അടിമകളാക്കി മാറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഒരു വാരം ആവശ്യമായിട്ടുള്ള സമയമെങ്കിൽ അവിടെ കൂലിപ്പടയാളികളെ നിർത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള, നമുക്ക് തോന്നും ഇത് ഓക്കെയാണ്, ഇത് നമുക്കും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ, അതായത് തോമസ് മോറിന് തോന്നിയിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു വിശദീകരണമാണ് ഉട്ടോപ്പിയെക്കുറിച്ച് ഹിത്ലോഡി കൊടുക്കുന്നത്. പിന്നെ അവരുടെ ജീവിതവും അതും ഒക്കെ ഡിഫറെൻ്റാണ്. അതായത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ സുഖകരമായൊരു ജീവിതം അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ അതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മതങ്ങളെ ആവശ്യമായിട്ട് ആക്ഷേപിക്കുക, അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പണിഷ്മെൻറ്റ് ഉണ്ടാവും.
ഇപ്പോൾ പള്ളിയിൽ പോവുകയാണെങ്കിലും എല്ലാത്തിനും ഒരേപോലെ തന്നെ അവർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മരണശേഷം നരകവും സ്വർഗവും ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ജീവിതം വളരെ മനോഹരമായി ആഘോഷിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് തോമസ് മോറിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നുണ്ട്. യൂറോപ്പിൽ ഇതുപോലെ ആയാൽ എത്ര നന്നായിരുന്നു. അതായത് 16th സെഞ്ച്വറിയിൽ അവിടെ ഉണ്ടാകുന്ന അത്രയും മോശം സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉട്ടോപ്പിയെ പോലെ പല തത്വങ്ങളും, എല്ലാം ഇല്ലെങ്കിലും പല തത്വങ്ങളും വളരെ നല്ലതാണ്, വളരെ മനോഹരമായിട്ട് തോന്നി. ഇതെല്ലാം യൂറോപ്പിലുണ്ടാകുമെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷേ ഇത് പ്രായോഗികമായ ഒന്നാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് നടത്താൻ പറ്റും. എന്നാലും ആ ചോദ്യം അദ്ദേഹം ഹിറ്റ്ലറുടെ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ അത് വിഷമമായാലോ എന്ന് കരുതിയിട്ട് അത് ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉട്ടോപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായി, ഏറ്റവും ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ട് ജനറലായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാം. അല്ലെങ്കിലും ഒരു 2-3 പാരഗ്രാഫിനകത്ത് അതിനെ ഷോർട്ടാക്കി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി നോക്കുന്നത് ചോസർ ടു ദി എലിസബത്ത് ഏജ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മേജർ റൈറ്റേഴ്സിൻ്റെ ഒരു വർക്കുകളുണ്ട്, ഓരോ റൈറ്റേഴ്സിൻ്റെയും സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ്, റൈറ്റിംഗ് സ്റ്റൈലുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാനതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്നറിയില്ല, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര കറക്റ്റ് അല്ല, പെട്ടെന്ന് എഴുതിയതാണ്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് വായിച്ച് നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 ലൈൻസൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗവും വിട്ടുപോകില്ല. അപ്പോൾ ഇത് നമ്മൾ നോർമൻ കോൺക്വസ്റ്റ്, ക്യുസൈഡ്സ്, ബ്ലാക്ക് ഡെത്തിൻ്റെ കാരണങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെസൻ റിവോൾട്ട്, വാർ ഓഫ് റോസസ്, അതുപോലെ റിനൈസൻസ് എന്താണ്, ഹ്യൂമാനിസം, റിഫോർമേഷൻ, ക്യാക്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്, അതുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. അതുപോലെ ആ സമയത്തെ പോയട്രിയുടെ മെറ്റിക്കൽ റൊമാൻസസും മിഡീവൽ റൊമാൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലൻസുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ ഫേമസ് പോയറ്റായിട്ടുള്ള ജോഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ 3 സ്റ്റേജസ് ഓഫ് ഹിസ് പോയംസ്, നമ്മൾ ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് ആ ഒരു കാലഘട്ടത്തിലെ വർക്ക്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോവുക. 2 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാനും പറ്റും നിങ്ങൾക്ക്, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനും ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഇംഗ്ലീഷ് ചോസേറിയൻസിനെയാണ്. തോമസ് അക്ലീഫ്, ജോൺ ലെഡ്ഗേറ്റ്, സ്റ്റീഫൻ ഹോസ്, അലക്സാണ്ടർ ബാക്ക്ലെ ആൻഡ് ജോൺ സ്കെൽട്ടൺ. ദെൻ നെക്സ്റ്റ് വൺ സ്കോട്ടിഷ് ചോസേറിയൻ, കിങ് ജെയിംസ് വൺ, റോബർട്ട് ഹെൻറിസൺ, വില്യം ഡെൻബാർ ആൻഡ് ഗവൈൻ ഡഗ്ലസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കണ്ടംപററീസ് ഓഫ് ചോസർ. അതിനകത്ത് ജോൺ ഗവർ, വില്യം ലാംഗ്ലൺ, സർ തോമസ് യാറ്റ്, ഹെൻറി ഹൊവാർഡ്, എഡ്മണ്ട് സ്പെൻസർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ്, അവരുടെ ഫീച്ചേഴ്സ്, അതിൽ ജോർജ് ഹെർബർട്ട്, ഹെൻറി വോൺ, ആൻഡ്രൂ മാവൽ, റിച്ചാർഡ് ക്രാഷോ. ഇതിനകത്ത് ജോൺഡണിൻ്റെയും ആൻഡ്രൂ മാവലിൻ്റെയും അവരൊക്കെ പോയങ്ങൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് 2 or 3 ബ്ലോക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രാമയിൽ ടൈപ്സ് ഓഫ് ഡ്രാമ, മിസ്റ്ററി, മിറാക്കിൾ, മൊറാലിറ്റി, ഇൻ്റർലൂഡ്സ്, ആർട്ടിസ്റ്റിക് ഡ്രാമ, പിന്നെ അകത്ത് വരുന്ന ഫേമസ് റൈറ്റേഴ്സ് ആയിട്ടുള്ള തോമസ് ആക്വെൽ, തോമസ് നോട്ടൺ, നിക്കോളാസ് സെതൽ, റിവെഞ്ച് ട്രാജഡി എന്താണെന്ന് പഠിച്ചു, സെനീക്ക. അത്രയും കാര്യങ്ങളാണ് ഡ്രാമക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ്, അതിനകത്ത് തോമസ് കിഡ്, ക്രിസ്റ്റഫർ മാർലോ, തോമസ് ലോർജ്, തോമസ് നാഷ്, റോബർട്ട് ഗ്രീൻ, ജോർജ് പീൽ, ജോൺ ലെല്ലി. ഇത്രയും ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നത്. മറക്കരുത്, അവരെ 2 മാർക്സിന് അങ്ങനെ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ആരാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത് 2-3 ലൈൻസിൽ എഴുതുക, എന്നിട്ട് അത് ആരൊക്കെയാണെന്നുള്ളത് കോമൻ്റ് ഇട്ട് എഴുതുക. സോ ഇതിനകത്ത് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്ത റൈറ്റേഴ്സാണ് ബെൻ ജോൺസൺ, അദ്ദേഹത്തിൻ്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജക്കോബിയൻ ഡ്രാമ, ജോൺ വെബ്സ്റ്റർ, ജോൺ ഫ്ലെച്ചർ, ബ്യൂമൺ, ഫിലിപ്പ് മാസിഞ്ചർ, തോമസ് ടെക്ക്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവുക. ഇനി പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് മെഡീവൽ, റിനൈസൻസ് പ്രോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സർ തോമസ് മോറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ ട്രാൻസ്ലേഷനിൽ ജോൺ വൈക്ലിഫ്,
ജോൺ വിക്ലിഫ്, ഫിലിം ടിൻഡെയിൽ, മൈൽസ് കവാർഡേൽ, ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് വ്യക്തമായിട്ട് 4-5 പോയിൻറ്റ്സുകളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഫിലിപ്പ് സിഡ്നി, റോബർട്ട് ഗ്രീൻ, സർ ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൻ്റെ 4 essays നമ്മൾ അടുത്ത ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റൈറ്റേഴ്സിനൊക്കെ അവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. റോജർ അഷാം, ജോൺ ലില്ലി, സർ വാൾട്ടർ എല്ലെ, റിച്ചാർഡ് ഹൂക്ക്, ഇസാക്ക് വാൾട്ടൺ, സർ തോമസ് ബ്രൗൺ. ഇനി ബ്ലോഗ് 2ലേക്ക് എത്തുന്ന സമയത്ത് ജോഫ്രി ചോസറിൻ്റെ ദ കാൻറ്റർബറി ടേൽസിലെ ജനറൽ പ്ലോഗിനെ കുറിച്ചും അതുപോലെ അതിനകത്തുള്ള ട്രാവലേഴ്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ പ്രിയത്തലാമിയോൺ, ജോൺ ഡണിൻ്റെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദ കാനണൈസേഷൻ, വാലഡിക്ഷൻ, ഫോർബിഡിംഗ് മോർണിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാമയിൽ ഡോക്ടർ ഫോസ്റ്റേഴ്സ് നമുക്കറിയാം. പോയിട്രിയിൽ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല, ഫിലിപ്പ് സിഡ്നിയുടെ. ജോർജ് ഹെർബർട്ടിൻ്റെ ഈസ്റ്റർ വിങ്സും ഹിസ് കോയ് മിസ്റ്റേഴ്സ് 2 പോയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും അതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതുവരെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പോയിംസും അല്ലാതെ ജസ്റ്റ് ഒരു ഓതറിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റാഫിസിക്കൽ പോയിംസ് അതിൻ്റെ ഫീച്ചേഴ്സ് അത് നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ നമ്മുടെ ഈസ്റ്റർ വിങ്സ് പഠിക്കുന്ന സമയത്ത് ഷേപ്പ്ഡ് പോയിംസ്, പാറ്റേൺ പോയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ തോമസ് കിഡിൻ്റെ ദ സ്പാനിഷ് ട്രാജഡി, അതിനകത്ത് റിവെഞ്ച് ട്രാജഡി എന്താണെന്നുള്ളത്. അതുപോലെ ബെൻ ജോൺസിൻ്റെ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ. പിന്നെ പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് ഫ്രാൻസിസ് ബേക്കൻ്റെ 4 essays. നമ്മൾ മുന്നേ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 4 essays അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ സർ ഫിലിപ്പ് സിഡ്നിയുടെ ആൻ അപ്പോളജി ഫോർ പോയിട്രി, സർ തോമസ് മോറിൻ്റെ ഒട്ടോപ്യ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നോൺ ഡീറ്റെയിൽ ആയിട്ടുള്ളതും അതുപോലെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ജനറലായിട്ട് നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കഴിയുന്ന അത്രയും നോക്കിയിട്ടുണ്ട്. ഇനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് സെക്ഷൻ എയിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറയുന്നത്. 3 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സെക്ഷൻ എയിൽ 2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് വരിക. 2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് എഴുതേണ്ടത്. 8 ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരിക. അതായത് 3 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എഴുതുക. പിന്നെ സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസാണ് വരിക. നിങ്ങളതിലേതെങ്കിലും 6 എഴുതുക. അത് 5 മാർക്കിൻ്റെയാണ്. അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 10 വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഏറ്റവും ടഫായിട്ടുള്ളത് ഒഴിവാക്കുക. കൂടുതൽ പോയിൻറ്റ്സ് എഴുതാൻ പറ്റുന്നത് എഴുതുക. സെക്ഷൻ സിയിൽ 4 ക്വസ്റ്റ്യൻസ് വരും. 15 മാർക്സിൻ്റെയാണ്. 2 എഴുതിയാൽ മതി. അപ്പോൾ നാളത്തെ എക്സാമിന് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടതും അറിയുന്നതും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയതും ഒക്കെ വെച്ച് എഴുതുക. എല്ലാം കൂടി കാണുന്ന സമയത്ത് നമുക്കിതെല്ലാം എങ്ങനെയാണ് മെമ്മറിയിൽ നിൽക്കുക എന്ന് ഡിഗ്രിക്ക് പഠിച്ചതുപോലെ ചിന്തിക്കരുത്. PG സ്റ്റുഡൻസ് എത്രമാത്രം നന്നായിട്ട് കാര്യങ്ങൾ അറിയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വായിച്ചതും അറിഞ്ഞതും പഠിച്ചതും ഒക്കെ നിങ്ങൾ സമാധാനത്തോടെ നല്ല സമാധാനത്തോടെ പോയിട്ട് എഴുതുക. ടെൻഷൻ അടിച്ചിട്ട് ഇത്രയും സമയം എഴുതാണ്ട് ഇത്ര കൂടുതൽ എഴുതാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ എഴുതുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിക്കരുത്. ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മാത്രം നിൽക്കുക. അടുത്ത ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത് കൊളാക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി എഴുതി പോവുക. നാളത്തെ എക്സാം കഴിഞ്ഞു. പിന്നെ അടുത്ത എക്സാമിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഇതിനകത്ത് എന്തെല്ലാം പിഴവുകളുണ്ട്, എന്തെല്ലാം നന്നായിരുന്നു എന്നുള്ളതൊന്നും അടുത്ത എക്സാമിനെ ബാധിക്കാതെ അടുത്ത എക്സാമിന് ഏകദേശം ഒരു 6 ദിവസം ഉണ്ടാവും. അത്രയും ദിവസം ആ പേപ്പറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അടുത്ത എക്സാം എഴുതുക. സോ ജോസഫ് ടു എലിസബത്ത് നീച്ചിൻ്റെ ക്ലാസ് ഒരുപാട് പേര് കേട്ടിരുന്നു. ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് കാര്യങ്ങളും കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിലും പരിഗണിച്ചതിന് എല്ലാവരോടും ബിഗ് താങ്ക്സ്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും ഇതേപോലെ എനിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം എനിക്ക് പറ്റാവുന്ന അത്രയും എക്സാമിൻ്റെ മുമ്പേ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.